ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് അടിസ്ഥാന പാഠാവലിയും അതുപോലെ കേരള പാഠാവലി അല്ലെങ്കിൽ അറബിക്ക് സംസ്കൃതമാണല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റുള്ളതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. സാധാരണയായിട്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ വരാറുള്ളത് ഇതുപോലെയുള്ള വായിക്കാം എഴുതാം പ്രവർത്തനമാണ്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ഉത്തരങ്ങൾ എഴുതാം. നമുക്ക് എന്തായാലും തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം. പാരിസ്ഥിതികാവബോധത്തിൻ്റെ കാവ്യലോകം. മലയാള കവിതയിൽ പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൽ നിരവധി കവികൾ അവരുടെ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സുഗതകുമാരിയോളമാകുന്നില്ല. കാടിനും കാട്ടുജീവികൾക്കും മരത്തിനും പുഴയ്ക്കും മണ്ണിനും വേണ്ടി സുഗതകുമാരി എഴുതിയിട്ടുള്ള കവിതകൾ മാത്രം 200-ന് അടുത്ത് വരും. ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതി ബന്ധം പുലർത്തുന്നവയാണ് മിക്ക കവിതകളും. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പോരുന്നതാണ് ആ കാവ്യലോകം. മരത്തിന് സ്തുതി, കുരിഞ്ഞിപ്പൂക്കൾ, സൈലന്റ് വാലി, അട്ടപ്പാടിയിലെ സ്വപ്നം കണ്ടു ഞാനിന്നും, തൈവയ്ക്കൽ, വനരോധനം, തംസ് നദിയോടെ, മരങ്ങൾ, തുലാവർഷ പച്ച, കാലിഫോർണിയ കാടുകളിൽ തുടങ്ങി നിരവധി കവിതകൾ പ്രകൃതി സ്നേഹത്തിൻ്റെ വാഗ്മയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതായി എടുത്തു പറയാനുണ്ട്. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വനപ്രകൃതിയുമായി നിരന്തരം പരിചയിച്ചതിൻ്റെ അനുഭവസാക്ഷ്യമായി നിലനിൽക്കുന്ന കവിതകൾ ഏറെയുണ്ട്. പരിസ്ഥിതി ഒരു ശാസ്ത്ര വിഷയം എന്ന നിലക്കല്ല, ജീവനമണ്ഡലം എന്ന നിലയിലാണ് സുഗതകുമാരിയുടെ കവിതകളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനുള്ളത്രയും പ്രാധാന്യം ആനയ്ക്കും സിംഹവാലൻ കുരങ്ങിനും നായക്കും എലിക്കും കാക്കയ്ക്കും മരത്തിനും പുല്ലിനും മലക്കും പുഴയ്ക്കും കവി നൽകുന്നത്. ഇനി ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മലയാള കവിതയിൽ ഏതു മേഖലയിലാണ് സുഗതകുമാരി കൂടുതലായിട്ട് ഇടപെട്ടിട്ടുള്ളത്? ദേശഭക്തി വളർത്തുന്നതിലെ, പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിലെ, സ്നേഹഗായിക എന്ന നിലയിൽ കടലോര ജീവിതം ആവിഷ്കരിക്കുന്നതിൽ, ഏതിലാണെന്നാണ് പറയുന്നത്? പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിലാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഇതിലെ ബി ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ സുഗതകുമാരിയുടെ കവിതയല്ലാത്തത് ഏത്? അവിടെ കവിതയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉത്തരം കിട്ടും അല്ലേ. കുരിഞ്ഞിപ്പൂക്കളുണ്ട്, തുലാവർഷ പച്ചയുണ്ട്, മഗ്നതലന മറിയം, വനരോധനം. അതിലേതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അത് സുഗതകുമാരിയുടെ കവിതയല്ല. ഇനി ഇതിലെ സി ചോദ്യം, സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് താഴെ പറയുന്നത് ഏത് പ്രസ്താവനയാണെന്നാണ് ചോദിക്കുന്നത്. 2 പ്രസ്താവന തന്നിട്ടുണ്ട്. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ അവർക്കായില്ല. അത് ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. അവർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിരവധി കവിതകളിൽ പ്രകൃതി സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1 ശരി എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. 1ഉം 2ഉം ശരി എന്ന് പറയുന്നതും തെറ്റാണ്. 2 ശരി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അഥവാ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇതിലെ ഡി ചോദ്യം, വായനാ ഭാഗത്തിലെ ആശയങ്ങളെ ക്രമപ്പെടുത്തിയാൽ ശരിയാകുന്ന ക്രമം എന്ന് പറയുന്നത് ഏതാണ്? സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം സുഗതകുമാരിക്കുണ്ട്. പ്രകൃതിയിലെ എല്ലാറ്റിനും വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു സുഗതകുമാരി. മനുഷ്യനുള്ളത്ര പ്രാധാന്യം തന്നെ മറ്റു ജീവജാലങ്ങൾക്കുമുണ്ടെന്ന് സുഗതകുമാരി മനസ്സിലാക്കി. പരിസ്ഥിതി വിഷയം ഒരു ശാസ്ത്ര വിഷയം മാത്രമല്ലെന്ന് സുഗതകുമാരിക്ക് അറിയാമായിരുന്നു. ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? പ്രകൃതിയിലെ എല്ലാറ്റിനും വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു സുഗതകുമാരി എന്നുള്ളതാണ് ആദ്യം വരേണ്ടത്. ഓക്കെ. പിന്നെ വരുന്നത് ഏതാണ്? സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് വരേണ്ടത്. പിന്നെ വരേണ്ടത് പരിസ്ഥിതി വിഷയം ഒരു ശാസ്ത്ര വിഷയം മാത്രമല്ലെന്ന് സുഗതകുമാരി മനസ്സിലാക്കി എന്നുള്ളത്. പിന്നെ വരേണ്ടത് ഇതാണ്. മൂന്നാമത്തതാണ് നാലാമതായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഒന്നാമത് വരുന്നത് ഏതാണ്? 2 ആണല്ലേ. പിന്നെ വരുന്നത് 1 ആണ്. പിന്നെ വരുന്നത് 4 ആണ്. പിന്നെ വരുന്നത് 3 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണ് ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. 2, 1, 4, 3 എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ആദ്യം അവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ എഴുതി നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പോസ്റ്റർ നിർമ്മാണമാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് 200 വർഷത്തിനടുത്ത് ചരിത്രമുണ്ട്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നടത്താവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവാം?
സ്കൂളിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രന്ഥശാലയുടെ ഒരുപാട് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രന്ഥശാലയുടെ ദിനത്തോടനുബന്ധിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ വായനയുടെ പ്രാധാന്യമാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. മാത്രമല്ല വായനയുടെ പ്രാധാന്യം മാത്രം എഴുതിയാൽ പോരാ, കൂടെ എന്തും കൂടെ വേണം, ഗ്രന്ഥശാലകൾ ഇന്നെന്താണ് ഒരുപാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതും നിങ്ങൾ ഒരു ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ പോസ്റ്ററിന് ഒരു ചിത്രം വരച്ചു കൊടുക്കുക വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്താണ് ഇത്, നമ്മുടെ നാടിൻ്റെ ഒരു ജീവസുറ്റ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഇന്നും വർത്തമാനകാലത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളെന്താണ് എല്ലാവരും ഒരുമിച്ച് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഇതിൽ ബി ചോദ്യം എന്താണെന്ന് നോക്കൂ. മാതൃഭാഷയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മാതൃഭാഷ എന്ന വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അപ്പോൾ ഇവിടെ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. ഏതാണ്, മാതൃഭാഷ എന്ന വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവം അടങ്ങിയിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇനി തീക്ഷ്ണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് പങ്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അനുഭവങ്ങൾക്കപ്പുറം അനുഭൂതിയും നൽകാൻ കഴിയുന്നത് മാതൃഭാഷക്കാണ് അല്ലേ. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി ഭാവനപരമായ ഒരു ജീവിതത്തിന് മാതൃഭാഷയുടെ ആവശ്യമില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കൂ, ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2ഉം 4ഉം ശരി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത സി ചോദ്യം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കണക്ക് പരീക്ഷയിൽ ഒന്നാമനായത് അവൻ്റെ കുശലത്വം കൊണ്ട് മാത്രമാണ്. അത് ശരിയാണോ? അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. കളിയിലുള്ള കുശലത്വമാണ് അവരെ വിജയിക്കാൻ സഹായിച്ചത്. കുശലത്വവും ആവശ്യമില്ലാത്ത കളിയാണ് ചെസ്സ്. ശില്പിയുടെ കുശലത്വം ശില്പങ്ങളിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഇതാണ്. കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണോ? ചെസ്സ് അല്ല. അവിടെ കുശലം നമുക്ക് അത്യാവശ്യമാണല്ലേ. നമ്മൾ എത്രത്തോളം വിവേകത്തോട് കൂടിയിട്ടും നമ്മുടെ ശാഗ്രബുദ്ധിയോട് കൂടിയിട്ടുമാണോ ചെസ്സ് കളിക്കുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് ചെസ്സിൽ വിജയം. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണല്ലേ. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് സി ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. 3 A ചോദ്യം എന്ന് പറയുന്നത് വിശകലന കുറിപ്പാണ്. നന്മ മലയാളം എന്ന് പറയുന്ന ബാലമുരളീകൃഷ്ണൻ TRൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചവർണ്ണക്കിളി, ഒളപ്പമണ്ണയുടെ പഞ്ചവർണ്ണക്കിളിയും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും വായിച്ചു നോക്കുക. മുകളിൽ നൽകിയ കവിതാഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും പറയുന്നത് എന്താണെന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ്, മലയാള ഭാഷയെ കുറിച്ചിട്ടാണ് രണ്ടിലും പറയുന്നത് എന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. മാതൃഭാഷയായ മലയാളത്തിൻ്റെ മഹിമയും സൗന്ദര്യവും അതിൻ്റെ മഹത്വവുമാണ് ഈ 2 കവിതകളിലും ചർച്ച ചെയ്യുന്നത്. അതുപോലെ ബാലമുരളീകൃഷ്ണൻ പറയുന്ന നന്മ മലയാളം എന്ന കവിതയിൽ മലയാളത്തെ ഒരു മരണമില്ലാത്ത വരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മണ്ണിൻ്റെ അവകാശിയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, കുഞ്ഞെ നിനക്കുമുണ്ടൊരു ഭാഷ എന്നാ പറയുന്നത് അല്ലേ. പരമായി മരണമില്ലാത്ത ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും മരണമില്ലാത്ത ഭാഷയാണ് മലയാളം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ പഞ്ചവർണ്ണക്കിളി ഒളപ്പമണ്ണയുടെ ഈ ഇതിലും പറയുന്നത് എന്താണ്, കിളിയോട് സാദൃശ്യപ്പെടുത്തിയാണ് ആ ഒരു മലയാളത്തിന് അദ്ദേഹം പറയുന്നത്. നിൻ്റെ ഓരോ വാക്കിലും അതുപോലെ തന്നെ നിൻ്റെ പറയുന്ന ഓരോ മധുരവും എന്താണ് മലയാള ഭാഷയുടെ ആ ഒരു മഹത്വം കാവ്യഭംഗിയും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും വിശകലനക്കുറിപ്പ് ഉണ്ടാവും. അപ്പോൾ തന്നിട്ടുള്ളത് വായിച്ചു നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. ഇനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അടുത്തത് ഒരു അഭിപ്രായ കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം ഏതൊരാൾക്കും ഹൃത്തിൽ പത്തിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. എൻ്റെ ഭാഷ വള്ളത്തോൾ എഴുതിയിട്ടുള്ളതാണ്. കവിതയിലെ വരികളുടെ ആശയം മനസ്സിലാക്കി അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ഈ വരികൾ മാതൃഭാഷയുടെ മഹത്വം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്, ഏതൊരു ശാസ്ത്രവും കാവ്യവും വേദവും ഒക്കെ ഒരാളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമെങ്കിൽ അതെന്ത് വേണം, അയാൾക്ക് മാതൃഭാഷയിലൂടെ അത് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. സ്വന്തം ഭാഷ എന്ന് പറയുന്ന മാതൃഭാഷയിലൂടെ മനസ്സിലാക്കിയാൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല മാതൃഭാഷയിലൂടെയുള്ള പഠനം മാത്രമേ വിദ്യാർത്ഥികളിൽ യഥാർത്ഥ ബോധം ഉണ്ടാക്കൂ എന്നുള്ളതും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്.
അപ്പോൾ മലയാളത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഇവിടെയും പറയുന്ന കാര്യം. ഇനി ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. ഇതിൽ 4A എന്ന് പറയുന്ന ഒരു ആസ്വാദന കുറിപ്പാണ് പറയുന്നത്. പ്രഭാതത്തിൽ എന്ന് പറയുന്ന ഒരു കവിത കൊടുത്തിട്ടുണ്ട്. വെളിച്ചമേകും ചെങ്കതിരോന്റെ പൊന്നിൻ കിരണവുമായി ചിരിച്ചു നിൽക്കും തെച്ചിപ്പൂവിൻ തുടുത്ത ഇതളുകളുമായി പറന്നു വന്നൊരു പൂമ്പാറ്റയുടെ പുള്ളിയുടുപ്പുകളായി തെന്നിപ്പാറും കുസൃതിക്കാറ്റിൻ ഒരു നവഗന്ധവുമായി പുതിയ നിറങ്ങൾ, പുതിയ മണങ്ങൾ, പുതിയ വിശേഷവുമായി പുതിയ വിളക്കുകൾ തെളിച്ചുകൊണ്ട് പ്രഭാതമെത്തുമ്പോൾ മനസ്സിലെത്തി പുതുപുതു ചിന്തകൾ, പുത്തൻ മോഹങ്ങൾ, വിരിഞ്ഞു വരുമൊരു ചിന്തകളൊക്കെ കുറിച്ചു വെച്ചപ്പോൾ വരികൾക്കിടയിൽ മറഞ്ഞിരുന്നൊരു കവിത ചിരിക്കുന്നു. അനാമിക KH ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രഭാത വർണ്ണനയാണ് നടത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ പ്രഭാത വർണ്ണന നിറഞ്ഞു നിൽക്കുന്ന ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഏതാണ്, പ്രഭാതം തന്നെയാണ് അല്ലേ. പ്രഭാതം വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. വെളിച്ചമേകുന്നുണ്ട്, അതുപോലെ അവിടെ എന്താണ്, പുതിയ കിരണങ്ങൾ വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് തെച്ചിപ്പൂ വിരിയുന്നുണ്ട്, പൂമ്പാറ്റകൾ പറന്നു വരുന്നുണ്ട്, പുള്ളിയുടുപ്പുകളായിട്ട് പൂമ്പാറ്റകളൊക്കെ പാറി പറന്ന് തേൻ നുകരാൻ വേണ്ടി വരുന്നുണ്ട്, പുതിയ ഗന്ധവുമായിട്ട് പുതിയ കാറ്റ് വരുന്നുണ്ട്, പുതിയ നിറങ്ങൾ, പുതിയ മണങ്ങൾ, പുതിയ വിശേഷങ്ങൾ, പുതിയ വിളക്കുകൾ, ഇതൊക്കെ എത്തുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ്, പുതിയ ചിന്തകളാണ് ഉണ്ടാവുന്നത്, പുതിയ മോഹങ്ങൾ വിരിഞ്ഞു വരുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത്, ഇതിലെ അടുത്തൊരു ആസ്വാദന കുറിപ്പ് തന്നെയാണ് വിളിച്ചാൽ നീ വരുമെങ്കിൽ എന്ന് പറയുന്ന അടുത്തൊരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കവിതക്കും എന്താണ്, ഒരു ആസ്വാദന കുറിപ്പാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് PK ഗോപിയാണ് എഴുതിയിട്ടുള്ളത്. ഇതിലെ ആശയം, മനോഹരമായ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണെന്നുള്ള ആശയം നമ്മളിത് വായിച്ച് മനസ്സിലാക്കുക. മഞ്ഞുതുള്ളികൾ, മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു ഇതിലെ ആസ്വാദന കുറിപ്പ് എഴുതുക. ഒരിക്കലും ഈ തന്ന കവിതകളൊന്നും ആയിരിക്കില്ല വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിശദീകരിക്കാത്തത്. എങ്ങനെയാണ് എഴുതുക എന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്തത് ലഘു ഉപന്യാസം എഴുതാനാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും, വായിക്കുന്നതും അറിവ് നേടുന്നതും നമ്മുടെയെല്ലാം ജീവിത വിജയത്തിന് കാരണമാകുന്നില്ലേ, വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെയാണ്, കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. വായന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് ഇതിൽ കാണിച്ചു തരുന്നു. അഥവാ ശാരീരിക വളർച്ചയേക്കാൾ പ്രാധാന്യമാണ് മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. അതിനെന്ത് വേണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല ചിന്തകൾ, സംസ്കാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവയൊക്കെ രൂപപ്പെടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പുസ്തകം വായിക്കണം. ലോകത്തെയും മനുഷ്യരെയും അടുത്തറിയാൻ വായന സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ചിന്താശേഷിയും ഭാവനയും വളർത്താനും ഇത്തരത്തിൽ വായനയിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ വായന എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വായിച്ചാൽ നമുക്ക് എന്താണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനും നല്ല മൂല്യങ്ങൾ വളർത്താനും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിയുന്നതാണ്. ഇനി അടുത്തതൊരു വായനാക്കുറിപ്പാണ്. ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗം വായിച്ചല്ലോ. പ്രകൃതിയിലെ കൗതുകകരവും മനോഹരവും മായികവുമായ കാഴ്ചയുടെ വിവരങ്ങൾ നിറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അതുപോലെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കഥകളൊക്കെ വായിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വായനയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് ആരാണ് എഴുതിയത്, ആരൊക്കെയാണെങ്കിലും അതിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരാമർശിക്കുക. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.